മുംബൈ അടക്കം മഹാരാഷ്ട്ര നിങ്ങളുടെ ഏറ്റു പറഞ്ഞ വാർത്ത പോയില്ലേ, മുംബൈ അടക്കം മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഇന്ന് വോട്ടർമാർ വിധി എഴുതും. എന്തെഴുതും? അങ്ങനെയാണ്. സഖ്യം പറഞ്ഞ പുതിയ സഖ്യങ്ങൾ രൂപീകരിച്ചാണ് പാർട്ടികളുടെ പോരാട്ടം. വോട്ടിന് പണം ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. ആര് ശക്തമാക്കി? ശ്രീനാഥ് ചന്ദ്രന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമാണിത്. കുട്ടികൾ കൂടി ചേർന്ന് നമ്മൾ വാർത്ത വായിക്കുന്നു. മുംബൈ ഇന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അപ്പം കൈ ഒന്ന് വിശ്രമിക്കട്ടെ, എൻ്റെ തലയിലേക്ക് വിശ്രമിക്കട്ടെ. ശ്രീനാഥ് ചന്ദ്രൻ പറയൂ, മുംബൈ കോർപ്പറേഷനിലെ എൻ്റെ കൈ എങ്ങാനും തറയിട്ടാൽ. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നവി മുംബൈയിലാണ്. നവി മുംബൈയിലെ ഹൈസ്കൂളിലാണ് ഞാനിപ്പോൾ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിനായി എത്തിയത്. ഏതായാലും 29 കോർപ്പറേഷനുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവി മുംബൈ, മുംബൈ, താനെ, പൂനെ അടക്കമുള്ള പ്രധാനപ്പെട്ട കോർപ്പറേഷനിലൊക്കെ വോട്ടെടുപ്പ് നടത്തുന്നു. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ സഖ്യം ഈ സംസ്ഥാന തലത്തിലുള്ള സഖ്യമൊന്നുമല്ല, പ്രാദേശിക തലത്തിൽ പുതിയ ഒരു അവിയൽ സഖ്യങ്ങൾ രൂപീകരിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മുംബൈയിൽ ഇപ്പോൾ ശിവസേന, ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഇടമുണ്ട്. അവിടെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിലാണ് താക്കറെ സഹോദരന്മാർ. അങ്ങനെ ശക്തമായ പോരാട്ടം പലയിടത്തും നടക്കുന്നു. അതിനിടെ വോട്ടിന് കോഴ നൽകുന്ന ആരോപണം ശക്തമായി തന്നെ ഈ ഘട്ടത്തിൽ ഇവിടെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പല തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയായപ്പോൾ വാർഡ് 3-ൽ, മുംബൈയിലെ വാർഡ് 3-ൽ അവിടെ മിക്സർ ഗ്രൈൻഡറുകൾ വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. നേരത്തെ പൂനെയിലും നമ്മൾ സമാനമായ ആരോപണം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ബൂത്തിലും ഒരു ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്, ചിലർ ഉന്നയിക്കുന്നുണ്ട്. क्या बात कर रहे हैं? या सो हिंदी में बोलना। हाँ, सो मैं ये कह रही थी कि हम लोगों को बोला गया है कैंडिडेट्स को, जो जिसमें भी लोगो रहेगा उसको आप 100 मीटर के बाहर रखोगे. You are not supposed to take it inside. Whereas this particular party has distributed the voter cards to all the 36,000 voters. But how are we going to stop this? इसको हम कैसे रोकेंगे? इतने सारे सेंटर्स हैं, ये सारे लेके जा रहे हैं, अपना डिटेल्स दिखा रहे हैं और वोट कर रहे हैं. सो ये दिखा के अगर वोटिंग करेंगे, इसमें इनका 2 लोगो है, विच इज अ कंप्लीटली रॉन्ग थिंग. इस बात को मैं वाशी पुलिस स्टेशन में जाके बोली तो मुझे बोला गया कि ये वोटर्स की गलती है. उन लोग पढ़े लिखे हैं, उन लोगों को पता होना चाहिए कि ये लोगो लेके अंदर नहीं जाना चाहिए. अभी जिसने डिस्ट्रीब्यूट किया उनको तो बहुत अच्छी तरह से पता है. वोटर्स तो फर्स्ट टाइम वोटर्स भी होते हैं, सीनियर सिटीजन होते हैं जिनको दिखता नहीं है, अनपढ़ होते हैं जिनको पता नहीं है, उनके ऊपर कार्रवाई करने के लिए बोला है. मैं इंडिपेंडेंट कैंडिडेट हूं, लेकिन पुलिस ने बोला है उनके ऊपर कार्रवाई होनी चाहिए. वोटर्स की क्या गलती इसमें? जिसने बांटा है उनकी गलती. देन आई कॉल द असिस्टेंट कमिश्नर नवी मुंबई, आई मीन आर एरिया. देन सर सेड जिनके भी हाथ में ये कार्ड है, പ്രൂഫ് മില तो उनके ऊपर कार्रवाई हो सकती है, वोटर के ऊपर. ഇത് ഗുരുതരമായ ആരോപണമാണ്. ഇവിടെ BJPയുടെ ഒരു കാർഡ്, ഇത് ഈ തരത്തിൽ ലോഗോകൾ ഈ വോട്ടിംഗ് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. അത് അങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് ഇവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും പോലീസിൽ പരാതി നൽകിയപ്പോൾ കൊണ്ടുവരുന്ന വോട്ടർമാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞു എന്നതാണ് അവർ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ അവസാന നിമിഷവും ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.